ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ HSA മോക്ക് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് 50 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 20 ജനറൽ പേപ്പർ, ബാക്കി 30 ലിറ്റററി പാർട്ടിൽ നിന്നാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. ദ ഡച്ച് വെയർ ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ കിങ്ഡം ഇൻ ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കൊളച്ചൽ യുദ്ധത്തിലാണ് ആരെ തോൽപ്പിക്കുന്നത്? മാർത്താണ്ഡവർമ്മ നമ്മുടെ ഡച്ചുകാരെ തോൽപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മിഡീവൽ ഇന്ത്യ വൈ വാസ് മാൻസബ്ദാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ്? ഓർത്ത് വെക്കുക, ഇത് അക്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ റിക്രൂട്ട്മെൻറ്റ് ടു ദി ആർമി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? അനിമൽ ഉണ്ട്, അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ഉണ്ട്, കറക്റ്റ് മാച്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എർത്ത് വർം സ്കിൻ, വെയിൽ ലങ്സ്, spider scorpion book lungs, cockroach trachea. Okay, next question. The 20-point program was launched by the government of India during which 5-year plan? Answer, 5th 5-year plan. It was introduced by Indira Gandhi. അതും ഒന്ന് ഓർത്തു വെക്കുക. Which of the following statements are true? 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, the term vitamin was coined by Casimir Funk. ശരിയാണ്. വൈറ്റമിൻ ഡി ഈസ് കോൾഡ് ആസ് ദ പുവർ മാൻസ് വൈറ്റമിൻ. അതും ശരിയാണ്. വൈറ്റമിൻ ഇ ഈസ് ഓൾസോ നോൺ ആസ് ആൻറ്റി സ്റ്റെറിലിറ്റി ഓർ ബ്യൂട്ടി വൈറ്റമിൻ. അത് ശരിയാണ്. വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കോസസ് എക്സസീവ് ബ്ലീഡിംഗ്. ഓൾ ആർ കറക്റ്റ്. ഓക്കെ, 4 ഓപ്ഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡെൽറ്റ ഈസ് മെയ്ഡ് ബൈ ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര? ഓപ്ഷൻ അക്യൂട്ട് ഷേപ്ഡ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ അക്യൂട്ട് ഷേപ്ഡ് ഡെൽറ്റ, ബേർഡ്സ് ഫുഡ് ഡെൽറ്റ, കാസ്പേറ്റ് ആൻഡ് ഇൻലാൻഡ് ഡെൽറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഹു അഡ്മിനിസ്ട്രേറ്റ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡൻറ്റ്? ദാറ്റ് ഈസ് ആൻസർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് സത്യവാചകം പ്രസിഡൻറ്റിന് ചൊല്ലിക്കൊടുക്കുന്നത്. ഓക്കെ, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ക്യാൻ ബി അമെൻഡഡ് ബൈ, അല്ലെ, ഭേദഗതി വരുത്തുന്നത് ആർട്ടിക്കിൾ 368 എന്നുള്ളത് ഓർക്കുക. പാർട്ട് 20 ഇത് അടങ്ങിയിരിക്കുന്നത് കൂടെ ഓർത്ത് വെക്കുക. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 368 ഇൻ പാർട്ട് 20 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പവർ ഓഫ് പാർലമെൻറ്റ് ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഇറ്റ്സ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ 52nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് റിലേറ്റഡ് ടു ആൻറ്റി ഡിഫെക്ഷൻ വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ 1985. അല്ലേ, കൂറുമാറ്റ നിരോധനം എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ആൻറ്റി ഡിഫെക്ഷൻ. ഓക്കെ, ഇറ്റ് വാസ് എനാക്റ്റഡ് ഇൻ 1985. ഹൂ വൺ മിസ് വേൾഡ് 2025 ഇൻ ഹൈദരാബാദ്? ദാറ്റ് ഈസ് ഓപ്പൽ സുജാത ചങ്സ്രി ഓഫ് തായ്ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൗലത്ത് ആക്ട് വാസ് പാസ്ഡ് അണ്ടർ വിച്ച് ഓഫ് ദി വൈസ്രോയ്സ് ഓഫ് ഇന്ത്യ? ആൻസർ, ലോർഡ് ചെംസ്ഫോർഡ്. കുറച്ച് പോയിൻറ്സും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം. ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ആ സമയത്ത് നമ്മുടെ വൈസ്രോയ് ലോർഡ് കേഴ്സൺ ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1905. റൗലത്ത് ആക്ട് 1919 ആൻഡ് ഗാന്ധി ഇർവിൻ പാക്ട് 1931 ആൻഡ് ദ നെഹ്റു റിപ്പോർട്ട് 1928. ഇത് മോത്തിലാൽ നെഹ്റു ആണ്. ഓക്കെ, അതുപോലെ ഈ നമ്മുടെ റൗലത്ത് ആക്ട് അറിയാമല്ലോ, ജാലിയൻ വാല ബാഗിന് ഒക്കെ കാരണമാവുന്ന ഒരു ആക്റ്റാണ് ഈ റൗലത്ത് ആക്ട്. ഓക്കെ, ശരി. വാട്ട് ഈസ് സ്കഫോൾഡിംഗ് ഇൻ ടീച്ചിങ്? That is providing temporary support to help the students learn new skills. Okay, what is the main advantage of using a communicative approach in language teaching? To help students develop fluency and accuracy. Which teaching method emphasizes the using gestures and physical action? നമുക്കറിയാം അല്ലേ, TPR, that is total physical response. Which of the following is not a characteristic of direct method? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ആൻസർ, ഫോക്കസ് ഓൺ ഗ്രാമർ റൂൾസ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ടീച്ചർ ഇൻ എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം? ടു ഫെസിലിറ്റേറ്റ് ലേണർ ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് എക്സ്പ്ലോറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വിന്നർ ഓഫ് ബുക്കർ പ്രൈസ് 2024 വാസ്, ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടുന്നത്. അത് എഴുതിയത് സാമന്ത ഹാർവി ആണ്, ഓർക്കുക. ഓക്കെ, അവരുടെ വർക്ക് ഓർബിറ്റൽ, സാമന്ത ഹാർവി, ദ ബുക്കർ പ്രൈസ് വിന്നർ 2024.
വാട്ട് ഈസ് ദ ഒഫീഷ്യൽ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ? അപ്പോൾ നരേന്ദ്രമോദി എവിടെയാണ് താമസിക്കുന്നത്? ഒഫീഷ്യലി 7th Lok Kalyan Road or Marg. Okay, this is that building. Okay, the nota, no, none of the above അല്ലേ, ഓപ്ഷൻ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇലക്ഷൻ. 2013 നോട്ട ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ഷനിൽ. ഓക്കെ, അരുന്ധതി റോയ് വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ബുക്കർ പ്രൈസ്. ഷീ വൺ ഫോർ ദ ബുക്ക്. ഓക്കെ, അത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ്. ഓക്കെ, ഇൻ ദ ഇയർ 1997. ഓക്കെ, നമുക്ക് ലിറ്റററി പാർട്ടിലേക്ക് കടക്കാം. വാട്ട് ഡിവൈസ് ഡസ് ഷേക്സ്പിയർ യൂസ് വെൻ ഹി സേസ് നോ ഐ ആം നോട്ട്, ഐ ആം ദാറ്റ് ഐ ആം? ഓക്കെ, നോ ഐ ആം ദാറ്റ് ഐ ആം. ഇത് സോണറ്റ് 121 ഒരു ലൈനാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസ് അല്യൂഷനാണ് എന്ന് ഓർക്കുക. വിച്ച് പോയം എൻഡ്സ് വിത്ത് ദ ബോസം ഓഫ് ഹിസ് ഫാദർ ആൻഡ് ദ ഗോഡ്? ആൻസർ, Elegy written in a country churchyard. What was the original title of Robert Browning's poem before it was renamed My Last Duchess? Answer, Italy. Who won the 2025 Hallberg Prize? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇങ്ങോട്ടായതാണ്. ഗായത്രി ചക്രവർത്തി സ്പിവക് ആയിരുന്നു. ഓക്കെ, നമ്മളിത് തൊട്ട് മുന്നേ ഉള്ള ക്ലാസ്സിലും ഇവരെക്കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ. കോളോണിയലിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റൈറ്ററൊക്കെയാണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കുക. അവർക്ക് 2025 ഹോൾബർഗ് പ്രൈസും അവർ നേടുകയുണ്ടായി. ഓക്കെ, ഗായത്രി ചക്രവർത്തി സ്പിവക്. ഓക്കെ, വിച്ച് ബിബ്ലിക്കൽ റെഫറൻസ് ഈസ് ഹിൻഡഡ് അറ്റ് ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്? ആൻസർ, ദ പാരബിൾ ഓഫ് ദി ടാലൻറ്റ്. ഓക്കെ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ് പോയറ്റ് ജോൺ മിൽട്ടൺ ആണ്. ഇത് എഴുതിയിരിക്കുന്ന ടൈപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇതൊരു പെട്രാർക്കിയൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ സോണറ്റാണ്. ഇതിൻ്റെ തീം എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് വൺസ് ഫെയ്ത്ത് വിത്ത് കാം പേഷ്യൻ്റ് റെസിഗ്നേഷൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടെനിസൺസ് പോയം യുളീസസ്, ആൽഫ്രഡ് ലോർഡ് ടെനിസൻ്റെ യുളീസസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? അതൊരു വിക്ടോറിയൻ ഓപ്റ്റിമിസമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദി ലിപ്സ് ഇൻ സ്പീച്ച് പ്രൊഡക്ഷൻ? ഫോം bilabial sounds. Okay, which of the following is a front vowel? Option C is the right answer. E is the example of front vowel. Which of these is a diphthong? Option B is the right answer. A. Which of these is a central vowel? That is the schwa sound അല്ലേ, നമ്മൾ തിരിച്ചിട്ട ഇ ഉണ്ടല്ലോ. യെസ്, സെൻട്രൽ വവൽ. വാട്ട് ഈസ് ദ schwa? ഈ സൗണ്ട് എ സൗണ്ട് അല്ലേ. ഇപ്പോൾ കപ്പ്, കപ്പ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ. ഷോ സൗണ്ട് ആൻഡ് അൺസ്ട്രെസ്ഡ് മിഡ് സെൻട്രൽ വവലാണ് എന്നുള്ളതാണ് ഓർത്ത് വെക്കുക. വിച്ച് വവൽ സൗണ്ട് ഈസ് എ ഹൈ ബാക്ക് റൗണ്ടഡ് വവൽ? ദാറ്റ് ഈസ് യു. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് early letter recognition but not directly for improving comprehension? That is alphabetic chart. Okay, which features of human language explains why there is no inherent connection between the word tree and the actual object it represents? ചില വാക്കുകൾ ഒരു ബന്ധവും ഇല്ലാതെ അല്ലേ, നമ്മൾ അത് യാദൃശികമായിട്ട് അതിന് വന്നു ചേരുന്നതാണ് ആ പേരുകൾ. അതിനെ പറയുന്നത് ആർബിട്രേറിയനെസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ജർമ്മനിലാണെങ്കിൽ അത് ബോം എന്ന് വിളിക്കുന്നു, ഫ്രഞ്ചിൽ ആർബെ എന്ന് വിളിക്കുന്നു, ട്രീനെയാണേ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ലോജിക്കലൊന്നുമില്ല ആ പേരെന്തുകൊണ്ട് അതിനങ്ങനെ വന്നു. ഓക്കെ, ജസ്റ്റ് അത് വന്നു അത്ര തന്നെ. ഓക്കെ, അതിനാണ് ആർബിട്രേറിയനെസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. ദ പർപ്പസ് ഓഫ് റെമഡിയൽ ടീച്ചിങ് ഈസ് ടു ടീച്ച് അഗെയിൻ ദ ലാംഗ്വേജ് ഇറ്റ്സെൽഫ് ഐറ്റം നോട്ട് പ്രോപ്പർലി ലേൺഡ്. അപ്പോൾ പഠിക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്നും കൂടെ പഠിപ്പിക്കുക. അതാണ് റെമഡിയൽ ടീച്ചിങ് കൂടെ ഉദ്ദേശിക്കുന്നത്. ഇൻ എ സ്പീച്ച് കമ്മ്യൂണിറ്റി സം ഇൻഡിവിജ്വൽസ് അഡോപ്റ്റ് certain speech styles to express a group identity or gain social approval. This reflects in socio-psychological variable. Okay, a method of teaching grammar in which the language is taught not by rules but by the usage is informal method. Which of the following thinkers is most associated with the development of postmodern thoughts? Michael Foucault. Okay, next question. Postmodernism is often seen as a reaction in which of the following? That is modernism. Postmodern criticism
often employs which of the following approaches? That is deconstruction. Okay. Postmodernism is often associated with the sense of skepticism and irony. ഓക്കെ, അപ്പോൾ ഇന്ന് ക്രിറ്റിസിസത്തിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് പോസ്റ്റ് മോഡേണിസവുമായി ബന്ധപ്പെട്ട് ആണ് നോക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് അബൌട്ട് പോസ്റ്റ് മോഡേണിസം. ഓപ്ഷൻ ബി ആൻഡ് സി ആർ ദ റൈറ്റ് ആൻസർ. പോസ്റ്റ് മോഡേണിസം റെക്കഗ്നൈസ് പ്ലൂറലിസം ആൻഡ് പോസ്റ്റ് മോഡേണിസം ക്രിട്ടിസൈസ് മെറ്റാ നറേറ്റീവ്സ്. ഓക്കെ, നെക്സ്റ്റ് ദ ഓർഡർ ഓഫ് ആക്ടിവിറ്റി ഇൻ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ് ഓർഗനൈസർ മോഡലിൽ ആദ്യം പ്രസൻറ്റേഷൻ, ഓപ്ഷൻ സി ആണ് അഡ്വാൻസ് ഓർഗനൈസർ, പിന്നെ പ്രസൻറ്റേഷൻ ഓഫ് ലേണിംഗ് ടാസ്ക്, അത് കഴിഞ്ഞിട്ട് സ്ട്രെങ്തനിങ് ദ കോഗ്നിറ്റീവ് ഓർഗനൈസേഷൻ, ലാസ്റ്റ് ആണ് ക്ലാരിഫിക്കേഷൻ ഓഫ് സ്റ്റുഡൻസ് പ്രോബ്ലം വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? മെമ്മറി ആൻഡ് ഇൻസൈറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ്. ഇവിടെ കറക്റ്റായിട്ടാണ് ചില തിയറീസും അവൻ്റെ ഫൗണ്ടേഴ്സും നമുക്കറിയാം. സ്കിന്നറിൻ്റെ ഓപ്പറാൻഡ കണ്ടീഷനിങ്, പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ ആൻഡ് ബ്രൂണയുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ, വൈ ഡു വ്ളാഡിമിർ ആൻഡ് ഈസ്ട്രജൻ സ്റ്റേ ടുഗദർ ഡിസ്പൈറ്റ് ദെയർ കോൺഫ്ലിക്ട്സ്? Because they are afraid to be alone. What does Pozzo do in the second act that is different from the first act? That is, he becomes blind. Okay. Which of the following best describes the member of the Trumpet Club in Steele's essay? Men obsessed with the social reputation. What was the main purpose of the Trumpet Club in Steele's essay? Right answer is satirized social pretension and superficiality. And the last question, Steele wrote under the pseudonym of Isaac Bickerstaff. And one more point, Trumpet Club was published as an essay in the Tatler on February 11, 1710. Okay, 1710 ഫെബ്രുവരി 11 ട്രംപറ്റ് ക്ലബ്ബ് ടാറ്റ്ലർ എന്ന് പറയുന്ന എന്താണ് മാഗസീനിൽ പ്രസിദ്ധപ്പെടുത്തുന്നത്. ഓക്കെ, താങ്ക് യു.